എല്ലാവർക്കും നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 6 മാർക്കാണ് ഉള്ളത്. 6 മാർക്ക് ഇസ് ദെയർ ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പം എങ്ങനായിരിക്കും കൂടുതൽ നമ്മൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഏകദേശം നിങ്ങൾക്ക് ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും 3 to 4 മാർക്സ് പ്രതീക്ഷിക്കാം. ഓക്കെ, മറ്റേടുത്ത് ചിലപ്പം 2 തൊട്ട് 3 വരെ ആയിരിക്കാം. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 3 to 4 വരെ ആയിരിക്കാം. ടോട്ടൽ ഒരു 6 മാർക്സ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഡെഫിനിഷൻ ഓഫ് ആൻ ഇക്വേഷൻ, അതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വാളിറ്റി ആണ്. എന്താണ് ഇക്വാളിറ്റി? ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും, കുറച്ച് വേരിയബിൾസ് ഉണ്ടാവും, ആ വേരിയബിൾസിന് ചിലടത്ത് പവർ ഉണ്ടാവും, ആ വേരിയബിൾസിനെ നമ്മൾ അറ്റ് ദി എൻഡ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇക്വേഷനിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രയും അറിയേണ്ട കാര്യമേ ഉള്ളൂ, അതിൽ കൂടുതൽ അറിയേണ്ട ആവശ്യവുമില്ല. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻ ആണ്. ഓക്കെ, ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ വേരിയബിൾ എന്താ സംഭവം? ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇക്വേഷൻസിൻ്റെ അകത്ത് എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഈ എക്സിനെ അല്ലെങ്കിൽ വൈനെ അല്ലെങ്കിൽ ഇസഡിനെ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സിന്റെ പവർ 1 ആവുന്ന കേസിലാണ് അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേസമയം 2 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കും. അതേസമയം 3 ആയി കഴിഞ്ഞാൽ നമ്മൾ ക്യൂബിക് ഇക്വേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കണ്ടീഷണൽ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ കണ്ടീഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഒരു കണ്ടീഷണൽ ഇക്വേഷനിൽ എക്സിന് കുറച്ച് സ്പെസിഫിക് വാല്യൂസ് മാത്രമേ കാണുകയുള്ളൂ. ആൻ ഇക്വേഷൻ ദാറ്റ് ഹോൾഡ് ട്രൂ ഫോർ സർട്ടൻ വാല്യൂസ്. അതായത് ഇവിടെ എക്സിന് ഏത് വാല്യൂ വരുമ്പോഴാണ്? എക്സ് 1 വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് 3 എന്നുള്ളൊരു വാല്യൂ കിട്ടുകയുള്ളൂ. അതിനെ പറയുന്നതാണ് കണ്ടീഷണൽ ഇക്വേഷൻ. നമുക്കുള്ള കണ്ടീഷൻ എന്താ? ഇന്നത് ഇതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3 കിട്ടുമെന്നാണ് നമ്മുടെ കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ ഒരു സർട്ടൻ വാല്യൂ ഓഫ് എക്സ് എത്രയാണ്? 1 ആണ് ആ സർട്ടൻ വാല്യൂ ഓഫ് എക്സ്. അതേസമയം ഐഡന്റിറ്റി ഇക്വേഷൻ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എക്സ് വാല്യൂസ് ഉണ്ടാവും. അപ്പം കുറച്ച് സ്പെസിഫിക് മാത്രമല്ല, കുറേ വാല്യൂസ് ആ ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഇക്വേഷൻ. ആൻ ഇക്വേഷൻ ദാറ്റ് holds true for all values involved. ഇപ്പൊ നമുക്ക് എക്സിന് ഇവിടെ 1 എന്ന് ഇട്ട് കൊടുത്താൽ എല്ലായിടത്തും നമ്മൾ എക്സിന് 1 എന്ന് ഇട്ട് കൊടുക്കും, എക്സിന് 2 എന്ന് ഇട്ട് കൊടുത്താൽ അതേപോലെ അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതാണ് ഐഡന്റിറ്റി ഇക്വേഷൻ. ഓക്കെ, ദെൻ സൊല്യൂഷൻ ഓഫ് എ ഇക്വേഷൻ അല്ലെങ്കിൽ റൂട്ട് ഓഫ് എ ഇക്വേഷൻ, ദ വാല്യൂ ഓഫ് വേരിയബിൾ വിച്ച് സാറ്റിസ്ഫൈ ആൻ ഇക്വേഷൻ. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വാല്യൂ നമ്മുടെ ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 3 ആണല്ലോ. എന്താണ് അവിടുത്തെ റൂട്ട്? എക്സിന്റെ വാല്യൂ എത്ര? 1 എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. അത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, ലീനിയർ ഇക്വേഷൻ, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലീനിയർ ഇക്വേഷനും സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ എന്നാണ് 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം 3 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ലീനിയർ ഇക്വേഷൻ? ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇസ് 1. മനസ്സിലായോ? ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെഡിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എത്ര? 1 ആണ്. സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 or more ലീനിയർ ഇക്വേഷൻ ഉണ്ടാവും. ഒരെണ്ണം മാത്രമല്ല, 1 അതിലധികമോ ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാകും. അപ്പോൾ അവിടെ 2 or more വേരിയബിൾസ് ഉണ്ടാവും. അവരുടെ പവർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും, അതിൽ കൂടത്തില്ല. ഓക്കെ, നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ഇക്വേഷൻ, അതിന്റെ ജനറൽ ഫോം എന്താണ്?
ax പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. ഇവിടെ എയുടെ വാല്യൂ 0 ആവാൻ പറ്റത്തില്ല. ആയി കഴിഞ്ഞാൽ അത് ഇക്വേഷൻ തന്നെ ആവുന്നില്ല, നമ്മുടെ ലീനിയർ ഇക്വേഷൻ ആവുന്നില്ല. അതുകൊണ്ട് ax പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. ബി എന്താണ്? ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എത്ര റൂട്ട് ഉണ്ടാകും? ഒരു റൂട്ടാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വരുന്ന ഫോർമാറ്റിൽ. അതായത് 4x പ്ലസ് 8 is equal to 0. Xന്റെ വാല്യൂ എത്ര? X is equal to -8 divided by 4 which is equal to എത്ര? Which is equal to -2. പിടികിട്ടിയോ? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താണ് ഇവിടുത്തെ സൊല്യൂഷൻ? -2. നമുക്ക് ഇനി പ്രോബ്ലമിലേക്ക് കിടക്കാം. എല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ലോഗരിതം എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. അപ്പം ലോഗരിതം എന്നുള്ള ടോപ്പിക്ക് പഠിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് log 5 to the base 10 plus log 5x plus 1 to the base 10 is equal to log x plus 5 to the base 10 plus 1. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ പ്രോഡക്റ്റ് റൂൾ ഓർമ്മയുണ്ടോ? സം ആവുമ്പോൾ അത് പ്രോഡക്റ്റ് ആയി മാറും. അപ്പോൾ ഇവിടെ ബേസ് എന്താണ്? 10 ആണ് ബേസ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും അതിന് വേണ്ട രീതിയിലും മാറ്റിയെടുക്കാം. എങ്ങനെ മാറ്റും? കാണിച്ചു തരാം. യെസ്. സോ log 5 into 5x plus 1. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? log of a plus log of b is equal to log of ab എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് which is equal to, ഇവിടെ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തും, which is equal to log 10 to the base, log x plus 5 to the base 10 plus log 10 to the base 10. എന്തുകൊണ്ടാണ് log 10 to the base 10 ന്റെ വാല്യൂ എത്ര? അത് 1 അല്ലേ? അപ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ ഞാനൊന്ന് മാറ്റുവാണ് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് സൈഡും if log x is equal to log y, രണ്ട് സൈഡ് നമുക്കൊന്ന് ഈക്വൽ ആക്കണ്ടേ? which is log 5 into 5x plus 1 to the base 10 which is equal to log 10 into x plus 5 to the base 10. ഓക്കെ, ഈ 10 ഇവിടുന്ന് വന്നു. ഓക്കെ, പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇപ്പം log x is equal to log y ആണെങ്കിൽ x is equal to y ആണെന്ന് അറിയാലോ. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, which is equal to, which implies 5 into 5x plus 1 is equal to 10 into x plus 5. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആവും? 5ഉം 10ഉം കൂടെ ക്യാൻസൽ ആയി. ബാക്കി ആര് വരും? ബാക്കി 2 വരും. ബാക്കി ആര് വരുന്നു? ബാക്കി 2 വരുന്നു. സോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 5x plus 1 which is equal to 2x plus 10. So 3x is equal to 9. 1 അപ്പുറം പോകുമ്പോൾ -1. 10 minus 1 is 9. So 2x ഇപ്പുറം വരുമ്പോൾ 5x minus 2x which is 3x. So x is equal to 3. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ B is the right answer. Next question. ഓക്കെ, നിങ്ങൾക്ക് മോഡുലസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിയാവോ? അതായത് മോഡുലസ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് എന്ത് പുറത്തിറങ്ങിയാലും അവ പോസിറ്റീവായിട്ടാണ് വരിക. ഓക്കെ, നമ്മളിപ്പോൾ നല്ല നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്, മോഡുലസിലേക്ക് അയാളെ കയറ്റി വിടുക, അയാൾ പുറത്ത് വരുമ്പോൾ പോസിറ്റീവായിട്ട് ഇറങ്ങി വരും. പോസിറ്റീവ് വൈബ്സ് ഓൺലി. ഓക്കെ, അതാണ് മോഡുലസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ -2ന്റെ മോഡുലസ് എത്രയാണ്? 2 എന്നാണ്. +2 -10 which will be modulus of -10 is 10. അങ്ങനാണ് ഈ മോഡുലസിന്റെ കോൺസെപ്റ്റ് ഉള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എ എടുക്കുവാണ്. ഓപ്ഷൻ എ എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 6 minus 2 പ്ലസ് മോഡുലസ് ഓഫ് 6 minus 3 which is equal to, അത് 7 ആവുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് ആ ഓപ്ഷൻ എ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഓപ്ഷൻ സിയിലും ആ 6 എന്നുള്ള വാല്യൂ ഉണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യണം. അപ്പോൾ which is equal to 6 minus 2 is 4, 6 minus 3 is 3, 4 plus 3 which is 7. So 7 കിട്ടുന്നുണ്ട്. അപ്പോൾ 6 എന്നുള്ള വാല്യൂ കറക്റ്റ് ആണ്. ഇനി നമ്മൾ -1 കൂടി ഇട്ട് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. -1 ഇടുമ്പോൾ -1 minus 2 modulus plus -1 minus 3 modulus. -1 minus
2 എന്ന് പറയുന്നത് -3 മോഡുലസ് പ്ലസ് -4 മോഡുലസ് വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരാള് മോഡുലസിലോട്ട് കയറിപ്പോയാൽ പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി വരും. അപ്പോൾ -3 എന്ന് പറയുന്നത് +3 + 4 വിച്ച് ഇസ് ഈക്വൽ ടു 7. സോ so correct answer is option C, 6, -1. Okay, next question. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, if kx - 4 is equal to k - 1 into x, then which of the following is true എന്നാണ് ചോദ്യം. ഇവിടെ എങ്ങനെയായിരിക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കുക? ഇവിടെയും നമ്മൾ ഓപ്ഷൻ എടുത്തിട്ട് ഓരോ വാല്യൂ ആയിട്ട് എക്സിന്റെ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴാണോ LHS RHS ഈക്വൽ ആവുന്നത് അതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. എക്സിന് പകരം നമ്മൾ -5 ഇടുന്നു. അപ്പോൾ -5 into k - 4 വിച്ച് ഇസ് ഈക്വൽ ടു, ആണോ LHS എന്ന് പറയുന്നത് അതാണ്. LHS is -5 into k - 4 is equal to ആണോ k - 1 into -5? അല്ല. സോ ഓപ്ഷൻ എ is wrong. ഇനി ഓപ്ഷൻ ബി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്ഷൻ ബി LHS is equal to -4k - 4 which is equal to -4 കോമൺ എടുത്താൽ k + 1. അടുത്ത RHS is equal to k - 1 into എക്സിന് പകരം ആരെ ഇട്ട് കൊടുക്കുന്നു, -4 which is equal to, അതാണോ? അല്ല. സോ ഓപ്ഷൻ ബിയും റോങ് ആണ്. ഓപ്ഷൻ സി എന്തായാലും കറക്റ്റ് ആവില്ല. ജസ്റ്റ് ഒരു പ്ലസിന്റെയും നിങ്ങൾ ഇട്ട് നോക്കിയാലും കറക്റ്റ് ആയിരിക്കത്തില്ല. ജസ്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിക്കുക, എന്തായാലും കറക്റ്റ് അല്ല. ദെൻ ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓപ്ഷൻ ഡിയുടെ എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 4k - 4 which is equal to 4 into k - 1 എന്ന് എഴുതിക്കൂടെ? അതേപോലെ ഇതാണ് LHS. ഇനി RHS എഴുതി കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 4 into k - 1. സോ LHS is equal to RHS. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ തന്നെ അങ്ങനെ കിട്ടും, ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, പിടി കിട്ടിയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. യെസ്, ഓക്കെ. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ഇത്രയും നേരം നമ്മൾ ഡയറക്റ്റ് എക്സ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക, ആ ഒരു വേരിയബിൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന രീതിയാണ് ചെയ്തത്. ഇനി നമുക്കൊരു വേർഡ് പ്രോബ്ലം ആണ് വരുന്നത്. ആ വേർഡ് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിയേ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സെക്ഷൻ ഓഫ് എ സ്കൂൾ ഇസ് 36. ഒരു സ്കൂളിലെ ഈച്ച് സെക്ഷനിൽ എത്ര പിള്ളേർ വെച്ചുണ്ട്? 36 പേരുണ്ട്. ആഫ്റ്റർ അഡ്മിറ്റിംഗ് 12 ന്യൂ സ്റ്റുഡൻസ്, 12 പേരെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തപ്പോഴത്തേക്ക്, ആഫ്റ്റർ അഡ്മിറ്റിംഗ് 12 ന്യൂ സ്റ്റുഡൻസ് 4 ന്യൂ സെക്ഷൻസ് വെയർ സ്റ്റാർട്ടഡ്. പുതിയതായിട്ട് 4 സെക്ഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. ഇഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സെക്ഷൻ ഇസ് നൗ 30. ഇപ്പോഴുള്ള പുതിയ സെക്ഷനിൽ ഓരോ സെക്ഷനിലും 30 പേര് വെച്ചുണ്ട്. ദെൻ ദ നമ്പർ ഓഫ് സെക്ഷൻസ് ഇനിഷ്യലി എത്ര സെക്ഷൻ ഉണ്ടെന്നായിരുന്നു ചോദ്യം. പിടികിട്ടിയോ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനിഷ്യലും ഫൈനലും ആയിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ ഈ ഒരു ചോദ്യം ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനിഷ്യൽ ദെൻ ഫൈനൽ, ഇനിഷ്യലും ഫൈനലും. അപ്പോൾ സ്റ്റുഡൻസ് പെർ സെക്ഷൻ ഇനിഷ്യലി എത്ര പേരുണ്ടായിരുന്നു? സ്റ്റുഡൻസ് എത്ര സെക്ഷനിൽ, ഓരോ സെക്ഷനിലും എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? ഇനിഷ്യലി 36. ഫൈനൽ ആയപ്പോഴത്തേക്ക് എത്ര ഉണ്ട്? 30. ദെൻ അടുത്ത നമ്പർ ഓഫ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യലി എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? നമുക്കറിയത്തില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇനിഷ്യൽ നമ്പർ ഓഫ് സെക്ഷൻ തന്നെയല്ലേ. അപ്പോൾ അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് 4 ന്യൂ സെക്ഷൻ എന്നല്ലേ പറയുന്നത്. എത്ര? 4 ന്യൂ സെക്ഷൻസ് വെയർ ആഡഡ്. സോ ദ ന്യൂ സെക്ഷൻസ് വിൽ ബി എക്സ് പ്ലസ് 4. ഇനി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസ് ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലി എത്ര ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ട്? 36 into എക്സ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം 2 സെക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ 36 പേരാണ് ഉള്ളത്. ഒരു സ്കൂളുണ്ട്, അവിടെ 2 സെക്ഷൻ ഉണ്ട്, അവിടെ 36 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ആയിരിക്കും? 2 into 36 വിച്ച് ഇസ് 72. അങ്ങനെ നോക്കിയാൽ ഇവിടെ നമുക്ക് എക്സ് നമ്പർ ഓഫ് സെക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര ആയിരിക്കും? എക്സ് into 36 വിച്ച് ഇസ് 36x. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലെവലിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? നമുക്ക് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ
12 ന്യൂ സ്റ്റുഡൻസ് വെയർ ആഡഡ്. അപ്പോൾ ഇനിഷ്യലി 36 എക്സ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി എത്ര സ്റ്റുഡൻസ് വരും? 36 എക്സ് പ്ലസ് 12. ഓക്കെ, നമുക്കറിയാവുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ സ്റ്റുഡൻസ് ഇപ്പോഴത്തെ കേസിൽ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 36 എക്സ് പ്ലസ് 12 ആണ്. അത് തന്നല്ലേ 30 ഇൻറ്റു എക്സ് പ്ലസ് 4. ഇപ്പൊ എക്സ് പ്ലസ് 4 സെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഓരോ സെക്ഷനിലും 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര? 30 ഇൻറ്റു എക്സ് പ്ലസ് 4 അല്ലേ? അതിനെ നമുക്ക് 36 എക്സ് പ്ലസ് 12 ആയിട്ട് ഇക്വേറ്റ് ചെയ്തുകൂടെ? യെസ്, അവിടുന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കുക, വിച്ച് ഈസ് 36 എക്സ് പ്ലസ് 12 which is equal to 30x plus 120. So 6x is equal to 108. X is equal to how much? 108 divided by 6, which is how much? Which is 18. Answer is option D. Answer is option D. Okay, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? 2x plus 5 divided by 10 plus 3x plus 10 divided by 15 which is equal to how much? Which is equal to 5. ഡയറക്റ്റ് ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കുക. LCM ഫസ്റ്റ് എടുക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് പോവുക. LCM എത്ര? 10ന്റെയും 15ന്റെയും. സോ 5 2 3 2 3 3 1. ഓക്കെ, അപ്പോൾ LCM എന്ന് പറയുന്നത് 5 into 2 into 3. 5 into 2 into 3 എന്ന് പറയുന്നത് which is 30. So LCM 30 ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 30 ഫസ്റ്റ് ടേമിനെ അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 ആണ് താഴെയുള്ളത്, അപ്പോൾ ഇൻറ്റു 3 ദാറ്റ് ഈസ് 6x പ്ലസ് 15 പ്ലസ് സെക്കൻഡ് ടേമിന് താഴെ 15 ആണുള്ളത്. അപ്പം 15നെ 30 ആക്കണമെങ്കിൽ ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മുകളിലും ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 6x പ്ലസ് 20 വിച്ച് ഇസ് ഈക്വൽ ടു 5. സോ ഈ 6xും കൂടെ ചേർന്ന് എത്ര ആവും? 12x ആവും. 15ഉം 20യും കൂടെ ചേർന്ന് എത്ര ആവും? 35 ആവും. സോ 12x പ്ലസ് 35 which is equal to 30 അപ്പുറത്ത് പോയി 5 ആയിട്ട് മൾട്ടിപ്ലൈ ആവുമ്പോൾ 150. സോ 12x which is equal to 115. So x value is how much? 115 divided by 12. Use the calculator. The answer is option B, 9.58. Okay, next question. Answer is 9.58. Okay, next question. A person on a tour has 9,600 rupees for his expenses. If the tour is extended by 16 days, he has to cut down his daily expenses by 20 rupees. Find the original duration. അതായത് ഈ ചോദ്യത്തിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ കയ്യിൽ 9,600 രൂപ കയ്യിലുണ്ട്. എന്തിനാ? ചെലവാക്കാൻ വേണ്ടി. പക്ഷേ ടൂർ ആണെങ്കിൽ ഒരു 16 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ അയാൾ നേരത്തെ പെർ ഡേ ചെലവാക്കിക്കൊണ്ടിരുന്നതിനെക്കാളും ഒരു 20 രൂപ കുറച്ച് മാത്രമേ ചെലവാക്കാൻ പറ്റൂ. അങ്ങനാണെങ്കിൽ ഒറിജിനൽ ഡ്യൂറേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്ന ഒന്നും പറയുന്നത് ഒറിജിനൽ ഡ്യൂറേഷനാ. അപ്പോൾ ഓപ്ഷൻ എടുത്ത് ഹിറ്റ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇനിഷ്യൽ എക്സ്പെൻസ് പെർ ഡേ, അതായത് എക്സ്റ്റൻഷൻ ഒന്നും പ്ലാൻ ഇല്ലായിരുന്നു, അപ്പോഴുള്ള എക്സ്പെൻസ് പെർ ഡേ, എക്സ്പെൻസ് പെർ day which is equal to initial expense, initial എന്ന് എഴുതിയേക്കാം, initial expense is equal to 9,600 divided by, ഇപ്പോൾ ഓപ്ഷൻ എ എടുക്കുവാണ് ഞാൻ. ഓപ്ഷൻ എ എടുത്ത് നോക്കിയാൽ പെർ ഡേ എക്സ്പെൻസ് പെർ ഡേ എന്ന് പറഞ്ഞാൽ 9,600 ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ എക്സ്പെൻസ് നമ്പർ ഓഫ് ഡേയ്സ് ആണല്ലോ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ദാറ്റ് ഈസ് 9,600. ഈ ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 48 which is equal to 200. New expense per day, new expense per day, that is 200 minus 20 which is 180. എന്തുകൊണ്ടാണ് 200 മൈനസ് 20 ചെയ്ത്? അവർ പറയുന്നുണ്ട് കട്ട് ഷോർട്ട് ബൈ 20 റുപ്പീസ്. ഇനി നമ്മൾ എങ്ങനായിരിക്കും ഈ ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കുക? സോ ടോട്ടൽ, ന്യൂ ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ് is equal to 180 into, ഇപ്പം ടോട്ടൽ എത്ര ഡേ ഉണ്ട്? 48 ഡേയ്സ് ഇനിഷ്യൽ ഉണ്ടായിരുന്നു പ്ലസ് 16 ഡേയ്സ്, അതായത് എക്സ്റ്റെൻഡ് ആയ 16 ദിവസം. അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ 9,600 കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്ക് ടോട്ടൽ എക്സ്പെൻസിനും മൊത്തത്തിൽ 9,600 രൂപയേ ഉള്ളൂ, 9,600 ഉള്ളൂ. അതിൽ കൂടുതൽ അയാൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് 9,600 ഏത് ഓപ്ഷനാണോ തരുന്നത് അതാണ് കറക്റ്റ് ആൻസർ. ഇത് 9,600 തരുന്നുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ എ ഈസ് റോങ്.
ദെൻ ഇതേപോലെ ഓപ്ഷൻ ബി ട്രൈ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബിയും സെയിം 9600 കിട്ടുമോ? നിങ്ങൾ ചെയ്ത് നോക്കൊന്ന്. ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഓപ്ഷൻ സി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി ട്രൈ ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻ സി ട്രൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ 9600 ഡിവൈഡഡ് ബൈ 80 which is equal to how much? 120 rupees per day. അപ്പോൾ ന്യൂ എക്സ്പെൻസ് പെർ ഡേ എന്ന് പറയുന്നത് 120 minus 20 which is equal to 100. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ്, ന്യൂ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 100 into 80 plus 16 which is equal to 9600. So option C is the right answer. പിടി കിട്ടിയൊന്ന് എൻ്റെ മെത്തേഡ്. എന്താ ചെയ്തേ? ഇനിഷ്യൽ എക്സ്പെൻസ് പെർ ഡേ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ അവിടുന്ന് ന്യൂ എക്സ്പെൻസ് പെർ ഡേ കണ്ടുപിടിച്ചു, എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസ് 9600 ആവുമോ എന്ന് നോക്കുന്നു. ആയില്ലെങ്കിൽ ആ ഓപ്ഷൻ റോങ് ആണ്. ഏത് ഓപ്ഷനാണോ കറക്റ്റ്, ഏത് ഓപ്ഷനാണോ 9600 തരുന്നത്, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 unknowns. ഓക്കെ, ഇവിടെ ഇനി 2 unknowns വരുവാണ്. അതായത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ 2 unknownsനെ ബേസ് ചെയ്തുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ യൂഷ്വലി അവിടെ 2 ഇക്വേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ എക്സും വൈയും ആയിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 4x plus 3y which is equal to 7, ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3x plus 4y which is equal to 10. ഇവിടെ നിന്ന് എക്സിനെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ജനറൽ ആയിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, പിന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് വേണ്ട ഒരു പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള ഒരു ട്രിക്ക് ഞാനിവിടെ പറഞ്ഞു തരാം. x is equal to x which is equal to x is equal to ഇവിടെ എക്സിന്റെ ടേം ഇതാ ഈ സൈഡ് അല്ലേ. അപ്പോൾ നമ്മൾ വൈനെയും പിന്നെ കോൺസ്റ്റൻസിനെയും മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ x is equal to this 4 into 7 which is 4 into 7 minus ഈ 3 into 10 divided by ഇവിടെ ഇനി നമ്മൾ രണ്ടുപേരെയും കൺസിഡർ ചെയ്യും, എക്സിനെയും വൈനെയും കൺസിഡർ ചെയ്യും. അതെങ്ങനെ ആയിരിക്കും എഴുതുക? 4 into 4 minus 4 into 4 minus 3 into 3. 4 into 4 minus 3 into 3. So എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 28 minus 30 divided by 16 minus 9 which is 16 minus 9 is how much? 16 minus 9 is 7 which is equal to minus 2 by 7. അപ്പോൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പിടികിട്ടിയില്ലേ? ഇനി എങ്ങനെ നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുമെന്നാണ് അടുത്തത്. വൈയുടെ വാല്യൂ എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈനെ എവിടെ കിട്ടേക്കും? വൈനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് വിടും. ഇവിടുന്ന് ന്യൂമറേറ്റർ കണ്ടുപിടിക്കാൻ വൈനെ മൊത്തത്തിൽ വിടും. എക്സിനെയും നമ്മൾ കോൺസ്റ്റൻസിനെയും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ y is equal to ഫസ്റ്റ് എന്ന് പറയുന്നത് 4 into 10. പക്ഷെ നേരത്തെ ആണെങ്കിൽ നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്തത്. y കണ്ടുപിടിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് വേണ്ടത്. അപ്പോൾ 4 into 10 മൈനസ്, എപ്പോഴും മൈനസ് തന്നെയാണ് വരുന്നത്, മൈനസ് 3 into 7 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് ഒരു വ്യത്യാസമില്ല. 4 into 4 മൈനസ് 3 into 3 നേരത്തെ ചെയ്ത പോലെ തന്നെ, വിച്ച് ഇസ് ഈക്വൽ ടു 40 മൈനസ് 21 which is 19 divided by 7. 19 divided by 7. പിടി കിട്ടിയോ ഈ മെത്തേഡ്? യെസ്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ, അതായത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നിങ്ങളൊന്ന് പഠിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഫൈനൽ എക്സാമിലൊക്കെ, അതായത് ഫൗണ്ടേഷൻ എക്സാമിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് അതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. എ മാൻ സെൽസ് 6 radios and 4 televisions for
18,480 rupees. If 14 radios and 2 televisions are sold for the same amount എന്ന് പറയുമ്പോൾ 18,480, what is the price of the television? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? സോ നമുക്ക് എന്താ ഉള്ളത്? റേഡിയോ TV. അപ്പോൾ പ്രൈസ് ഇവർ രണ്ടിന്റെയും പ്രൈസ് നമുക്ക് റേഡിയോന്റെ X എന്നും ടിവിയുടേത് Y എന്നും വിളിക്കാം. അപ്പോൾ ഇനിഷ്യലി എത്ര റേഡിയോ ഉള്ളത്? 6 റേഡിയോ. അപ്പം ടോട്ടൽ പ്രൈസ് ഓഫ് റേഡിയോ എത്ര ആവും? 6x പ്ലസ് ടിവിയുടേത് 4 times Y, 4y which is equal to 18,480. അതേസമയം രണ്ടാമത്തെ കേസിൽ 14x പ്ലസ് 2y which is equal to 18,480. നമുക്കിവിടെ ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ടിവിനെ അല്ലേ? Y വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തന്നില്ലേ Y കണ്ടുപിടിക്കാൻ? Y is equal to എന്തായിരുന്നു ടെക്നിക്ക്? Yയുടെ കേസിൽ വരുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക്, ദാറ്റ് ഈസ് 6 into 18480 minus 14 into 18480 divided by 14 into 18480 divided by എത്രയാണ് വരുന്നത് ബാക്കി? 6 into 2 minus 14 into 4 which is equal to എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ജസ്റ്റ് യൂസ് ദ കാൽക്കുലേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് വൈയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. എത്രയാണ് വൈയുടെ വാല്യൂ? വിച്ച് ഇസ് 3,360. ഓക്കെ, യെസ്, ഓക്കെ, പിടിയിട്ടില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ സ്റ്റാർട്ട്സ് ഹിസ് ജോബ് വിത്ത് എ സർട്ടൻ മന്ത്ലി സാലറി ആൻഡ് ഏൺസ് എ ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവറി ഇയർ. അയാൾ ഒരു പർട്ടിക്കുലർ സാലറി എന്നാണ് തുടങ്ങുന്നത്. ഒരു ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവറി ഇയർ ഉണ്ട്. ഇഫ് ദ സാലറി വാസ് 1,500 after 4 years of service and 1,800 after 10 years of service, what was his starting salary? ഈ സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യും. അത് ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ മാത്സ് പാർട്ടിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വിച്ച് ഇസ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. അതാണ് ചാപ്റ്റർ 4. എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അവിടെ നമ്മൾ ഈ ഒരു സെയിം ട്രിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും പറയുക. പക്ഷേ ഇതിനും ഇക്വേഷനുമായിട്ട്, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസുമായിട്ട് ബന്ധമുണ്ട്. എങ്ങനെ ചെയ്യും? സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എ മാൻ സ്റ്റാർട്ട്സ് വിത്ത് എ മന്ത്ലി സാലറി, ഫിക്സ്ഡ് മന്ത്ലി സാലറി ആൻഡ് ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവറി ഇയർ. ഇഫ് ഹിസ് സാലറി വാസ് 1,500 ആഫ്റ്റർ 4 years, അതായത് ഇനിഷ്യലി ഒരു സാലറി ഉണ്ടായിരുന്നു, എന്നിട്ട് 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 1,500 ആയി. എന്നിട്ട് പറയുകയാണ് പിന്നെ തുടക്കത്തിൽ നിന്ന് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1,800 ആയി. 10 വർഷം ആകുമ്പോൾ ഓൾറെഡി 4 വർഷം കഴിഞ്ഞു, പിന്നെ 6 വർഷം കൂടെ വേണ്ടേ? അതായത് 6 years കഴിയുമ്പോൾ 4 + 6 is 10. മനസ്സിലായോ? അപ്പോൾ 6 years കഴിയുമ്പോൾ 1,800 ആകും. അങ്ങനാണെങ്കിൽ എന്താണ് അയാളുടെ ഇനീഷ്യൽ സാലറി? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രൻ്റെ ഇൻക്രിമെന്റ് ടോട്ടൽ ഉണ്ടായേ? ടോട്ടൽ 300ന്റെ ഇൻക്രിമെന്റ് ഉണ്ടായേ. പക്ഷെ പറയുന്നുണ്ട് ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവറി ഇയർ. അപ്പോൾ പെർ ഇയർ എത്ര ആയിരിക്കും? 300 ഡിവൈഡഡ് ബൈ 6. ടോട്ടൽ 6 ഇയർ ഉണ്ട്, 300ന്റെ ഇൻക്രിമെന്റ് ഉണ്ടായേ. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 6 is 50 rupees. അതായത് പെർ ഇയർ 50 rupeesന്റെ ഇൻക്രിമെന്റ് ആണ് ഉണ്ടായത്. അങ്ങനാണെങ്കിൽ അയാളുടെ ഇനിഷ്യൽ സാലറി എത്ര ആയിരുന്നു? 1,500 minus 4 into 50 which is equal to 1,300. ഓപ്ഷൻ എ. എന്തുകൊണ്ടാണ് 1,300 ആയത്? 1,500 4 വർഷം കഴിഞ്ഞപ്പോഴായതാണ്. ഫിക്സ്ഡ് ഇൻക്രിമെന്റ് ആണ് എല്ലാ വർഷവും. അപ്പോൾ 1,500 minus 4 into 50 which is 1,300. പിടികിട്ടിയോ? ഓപ്ഷൻ എ is the right answer. സോ അടുത്ത ചോദ്യം. A man went to Reserve Bank of India with 1,000 rupees. He asked the cashier to give him 5 rupees and 10 rupees notes in return. Man got 175 notes in all. How many notes of 5 and 10 rupees are there? ഡയറക്റ്റ് ഓപ്ഷൻ എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ 25 5 രൂപയും 150 10 രൂപയാണുള്ളത്. 10 രൂപ. അപ്പോൾ അത് തന്നെ 10 രൂപ 150 ഉണ്ടെങ്കിൽ 1,500 ആയില്ലേ? അത് 1000ന് ഈക്വൽ ആവോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ റോങ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ 40 5 രൂപയുണ്ട്. അപ്പോൾ അത് എത്രയായി? 200 ആയി. 40 into 5 is 200. Then
ബാക്കി എത്ര? 110. 110 എന്ന് പറയുന്നുണ്ട്. 110 10 രൂപ ഉണ്ടെങ്കിൽ അവിടെ ഓൾറെഡി 1000 മുകളിലായി. ഇനി നമ്മൾ ഓപ്ഷൻ ഡി സി എടുത്ത് നോക്കുക. ഓപ്ഷൻ സി എടുത്ത് നോക്കുമ്പോൾ 150 5 രൂപയുണ്ട്, പ്ലസ് 25 10 രൂപയുണ്ട്. അങ്ങനെ നോക്കിയാൽ 750 പ്ലസ് 250 വിച്ച് ഇസ് ഈക്വൽ ടു 1000. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. പിടികിട്ടിയ ഓപ്ഷൻ എങ്ങനെ എടുത്തതെന്ന്? യെസ്. അടുത്ത ചോദ്യം, ഇഫ് ദ റേഷ്യോ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഇഫ് ദ റേഷ്യോ ഓഫ് 5x minus 3y divided and 5y minus 3x is 3:5. അതായത് 5x minus 3y divided by 5y minus 3x which is equal to 3/4. അങ്ങനാണെങ്കിൽ എക്സിന്റെയും വൈന്റെയും റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ 20x minus 12y which is equal to 15y minus 9x. വൈനെ ഒരു സൈഡിലാക്കുക, എക്സിനെ മറ്റേ സൈഡിലാക്കുക. അങ്ങനാണെങ്കിൽ which is 29x which is equal to 27y. So x by y എന്ന് പറയുന്നത് 27/29. ഓപ്ഷൻ എ is the right answer. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം, ഇത് നമുക്ക് എല്ലാം ഞാനൊരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഓപ്ഷൻസ് ബേസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. മിക്ക ക്വസ്റ്റ്യൻസ്, ഒരു 90% ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻസ് ബേസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. എ സെല്ലർ മേക്സ് ആൻ ഓഫർ ഓഫ് റുപ്പീസ് A seller makes an offer of selling certain articles that are described by the equation 25 minus 2y, where x is the price per unit and y denotes the number of units. The cost price is 10 rupees. Then maximum quantity can be offered in a single deal to avoid loss. നോക്കി കഴിഞ്ഞാൽ എസ് പി എന്ന് പറയുന്നത് 25 മൈനസ് 2y അല്ലേ? സെല്ലിംഗ് പ്രൈസ് 25 മൈനസ് 2y ആണ്. സി പി എന്ന് പറയുന്നത് എത്ര? 10 റുപ്പീസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ നോക്കണം. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് പി മൈനസ് സി പി. അത് നെഗറ്റീവ് ആണെങ്കിൽ ലോസ്, പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ ഓപ്ഷനും എടുക്കുക. അപ്പോൾ ഓപ്ഷൻ 6 എടുത്ത് ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 25 മൈനസ് 12 വിച്ച് ഇസ് ഈക്വൽ ടു 13. സോ എസ് പി മൈനസ് സി പി, എസ് പി മൈനസ് സി പി എന്ന് പറയുന്നത് 3 ആണ്, അത് പ്രോഫിറ്റ് ആണ്. ദെൻ 7 എടുത്തു കഴിഞ്ഞാൽ 25 മൈനസ് 14 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 11 മൈനസ് 10 ഇസ് 1. അപ്പോൾ അത് പ്രോഫിറ്റ് അല്ലേ? അതും പ്രോഫിറ്റ് ആണ്. ഇനി അടുത്ത 8 എടുത്തു കഴിഞ്ഞാൽ 8 എടുത്തു കഴിയുമ്പോഴത്തേക്ക് 25 മൈനസ് 16 വരും. 25 മൈനസ് 16 എന്ന് പറയുന്നത് 9 ആണ്. 9 മൈനസ് 10 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ അത് ലോസ് ആണ്. അപ്പോൾ അത് ലോസ് ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ആർട്ടിക്കിൾസ് ക്യാൻ ബി ഓഫേർഡ് എത്രയാണ്? മാക്സിമം വാല്യൂ ഓഫ് ആർട്ടിക്കിൾസ് ക്യാൻ ബി ഓഫേർഡ് ഇസ് ഓപ്ഷൻ ബി വിച്ച് ഇസ് 7. അപ്പോൾ ബാക്കിയെല്ലാം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സെയിം സാധനം ഓപ്ഷൻ എടുത്തിട്ട് കൊടുത്താലും മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എ എടുത്തിട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ എ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 പ്ലസ് 8 ഇൻറ്റു 5 ഇൻറ്റു 8. 5 ഇൻറ്റു 8 എന്ന് പറയുന്നത് 40 ആയി, വിച്ച് ഇസ് 44. സോ 44 നോട്ട് ഈക്വൽ ടു 33. ഓപ്ഷൻ എ റോങ് ആണ്. ഇനി ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, സോ 8 പ്ലസ് 25, 5 ഇൻറ്റു 5 ആണ് 25 വിച്ച് ഇസ് 33. സോ രണ്ടാമത്തെ ഇക്വേഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ 8 plus 5 is 13 divided by 8 minus 5 is, അതായത് x minus y ആണുള്ളത്. അപ്പോൾ 8 minus 5 is 3 which is equal to 13/3. So LHS ഉം RHS ഈക്വൽ ആണ്. ഓപ്ഷൻ ബി is the right answer. So അടുത്ത ചോദ്യത്തിൽ പറയുന്നത് എന്താ? 2 raised to x plus y is equal to 2 raised to x minus y which is equal to √8. ഇതിനെ എനിക്ക് ഇങ്ങനെ ഒന്ന് എഴുതിക്കൂടെ? 2 raised to x plus y which is equal to 2 raised to 2x minus y which is equal to 2 raised to 8 എന്ന് പറയുന്നത് എത്ര? 8 എന്ന് പറയുന്നത് 2 ക്യൂബ് അല്ലേ? അപ്പോൾ 2 raised to 3/2 എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടാ? റൂട്ട് ഉണ്ട്. അപ്പോൾ 3 raised to 3 into 1/2 എന്നാവും. അപ്പോൾ 3/2 എന്നാവും. അങ്ങനാണെങ്കിൽ
x plus y which is equal to 3 by 2 x 2x minus y which is equal to എത്രയാണ് 3 by 2 തന്നെ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാനിവിടെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് ഇത് രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x which is equal to 3, x is equal to 1. സോ ഓപ്ഷൻ 1 ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓപ്ഷൻ ഡി ആയിട്ട് നൺ ഓഫ് ദീസ് കിടക്കുന്നതുകൊണ്ട് നമുക്കതങ്ങ് ഉറപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ എക്സ് 1 ആണ്. ഇനി വൈയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ 1 കൊണ്ട് മുകളിലിട്ട് കൊടുക്കുക. വിച്ച് ഇസ് 1 plus y which is equal to 3 by 2. y is equal to 3 by 2 minus 1 which is equal to 1 by 2. So option A is the right answer. പിടി കിട്ടിയോ? യെസ്. നെക്സ്റ്റ് ചോദ്യം. നമ്മുടെ സെയിം മെത്തേഡ്, ഇതൊക്കെ ഹോംവർക്ക് ആണ്, നിങ്ങളിത് ഹോംവർക്ക് ചെയ്യുക. സെയിം മെത്തേഡ് ഓരോ ഓപ്ഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെയാണോ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തരുന്നത്, ഏതൊക്കെയാണോന്നല്ല, ഇവിടെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് വരുള്ളൂ, ആ ഒരു ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഡിജിറ്റ്സ് ബേസ് ചെയ്ത പ്രോബ്ലം. എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 digits such that the digits in one's place is thrice the digits in tens place. If 36 is added, then the digits are reversed. Find the number. ഇപ്പോൾ ഞാൻ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? one's place is thrice the digits in tens place. one's place ഏതാ? ഇപ്പോൾ 62 എടുത്തു കഴിഞ്ഞാൽ one's place ഏതാ? ഇതാണ് one's place. 6 ആണ് tens place. അതാണോ one's place is thrice? 6ന്റെ thrice ആണോ? അല്ല. സോ ഓപ്ഷൻ എ is wrong. ഓപ്ഷൻ എ is wrong. നെക്സ്റ്റ് വൺ, നമ്മൾ ഇനി ഓപ്ഷൻ ബി എടുത്ത് നോക്കിയാൽ 26 6 ആണ് വൺസ് പ്ലേസിൽ, 2 ആണ് ടെൻസ് പ്ലേസിൽ. 6 എന്ന് പറയുന്നത് ത്രൈസ് ഓഫ് 2 ആണോ? അതെ, 6 എന്ന് പറയുന്നത് ത്രൈസ് ഓഫ് 2 ആണ്, അത് കറക്റ്റ് ആണ്. പിന്നെ അവരെന്താ പറയുന്നത്? ഇഫ് 36 ഈസ് ആഡഡ് ദ ഡിജിറ്റ്സ് ആർ റിവേഴ്സ്ഡ്. അതായത് വൺസിന്റെ പ്ലേസിൽ പിന്നെ 2 വരും, ടെൻസിന്റെ പ്ലേസിൽ 6 വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 36 ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 36, so 2 plus that is 62. Yes, ones in the place 2 vannu, tens in the place 6 vannu. So 26 is the right answer. Pidigittiyo? Yes. ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 3 വേരിയബിൾസ്, അതായത് 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ 3 ഇക്വേഷൻ തന്നെ ഉണ്ടാവും. ഇതും കണ്ടുപിടിക്കാൻ എളുപ്പം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻ എടുക്കുക, എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ ഓപ്ഷനാണോ കറക്റ്റ് ആൻസർ തരുന്നത് അതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. അതായത് LHS RHS ഈക്വൽ ആക്കുന്ന അതാണ് കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം x by 4 which is equal to y by 3 which is equal to z by 2, then 7x plus 8y plus 5z is equal to 62. അപ്പം ഓപ്ഷൻ എ എടുക്കുവാണ്. ഓപ്ഷൻ എ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 by 4 which is equal to 3 by 3, വൈക്ക് വരാം 3, z-ന് വരാം 2, ഇതെല്ലാം ഈക്വൽ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ ഓപ്ഷൻ എ ഫസ്റ്റ് ഇക്വേഷൻ കറക്റ്റ് ആക്കുന്നുണ്ട്, സെക്കൻഡ് ഇക്വേഷൻ കറക്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. സോ എക്സിന് പകരം 7 into 4 പ്ലസ് വൈക്ക് പകരം 8 into 3 പ്ലസ് 5 into 2 വിച്ച് ഇസ് ഈക്വൽ ടു 28 പ്ലസ് 24 പ്ലസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 62 വിച്ച് ഇസ് ഈക്വൽ ടു RHS. So option A is the right answer. ആ മെത്തേഡ് പിടികിട്ടിയോ? ഓപ്ഷൻ എടുക്കുക, ഇട്ട് കൊടുക്കുക, ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ തരുന്നത് അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതി ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം, എന്ത് ചെയ്യും നിങ്ങൾ? സെയിം മെത്തേഡ് ഉപയോഗിക്കുക, ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ ഇത് സെയിം മെത്തേഡ്, സെയിം രീതി തന്നെ എപ്പോഴും 3 വേരിയബിൾ വരുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ദെൻ സെയിം, ഓൾ ആർ സെയിം. സോ ഇതൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ആൻസർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ശരി, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായിട്ട് കാണാം. അതിൽ നിന്ന് നമുക്ക് 3 തൊട്ട് 4 മാർക്ക് വരെ കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം മരവു പ്രോ മലയാളം.